ഇതുപോലെയൊക്കെ സത്യം ചെയ്തു കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിട ശങ്കര? നിന്റെ കുടുംബം പിരിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ ത്യജിച്ചില്ലേ? പക്ഷെ ഇപ്പോ നിന്റെ അനിയന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് ദൂരെ പോവുകയാണെന്ന് പറഞ്ഞ് സത്യം ചെയ്തു വന്നില്ലേ? ഇതൊക്കെ ന്യായമാണോ ശങ്കര? നീ വായി തുറന്നൊന്ന് പറഞ്ഞാ മതി. ആ പെണ്ണ് വീട് കുഴിച്ച് ഓടി വരില്ലായിരുന്നോ? അവരെവിടെയും കൂട്ടിക്കൊണ്ടൊരു കല്യാണം നടത്താൻ വരുന്നില്ലേ? ഇതൊന്നും ആലോചിക്കാതെ ഒരു നിമിഷം കൊണ്ട് നീ എന്ത് തെറ്റായി ചെയ്തത്? രമേശ, ഞാനറിയാതെ അവളുടെ അച്ഛൻ എൻ്റെ അനുജനുമായിട്ടുള്ള കല്യാണം നടത്തിയാൽ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുമായിരിക്കും അല്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും? അതും മാത്രമല്ല, അവൻ ആ പെണ്ണ് പറഞ്ഞ ജീവനാണ്. നോക്ക, അവിടെ നടന്ന കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. നീ ഇതാരോടും പറയില്ലെന്ന് സത്യം ചെയ്തതാടാ. സുബ്രഹ്മണ്യ, ദേവരാജ് നിന്റെ കല്യാണത്തിന് സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തത്തിന് തീയതി കുറിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ചേട്ടാ, എന്താ മോനെ? നാളെ എനിക്ക് കല്യാണമായി ഒരു കുഞ്ഞു വന്നതിന് ശേഷം എന്നെ വളർത്തതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ വളർക്കണം. നിങ്ങളുടെ അടുത്ത് എൻ്റെ കുഞ്ഞ് വളർന്നാലേ അവന് ശരിക്കുള്ള സ്നേഹം, വാത്സല്യം എന്താണെന്ന് അവന് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ വളർക്കൂ. ശങ്കര, നീ ഇവിടെ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും ശങ്കര. ചേട്ടൻ എവിടെയെങ്കിലും എന്റെ അനിയന്മാരൊക്കെ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? എന്റെ ചേട്ടൻ എന്തെന്ന് നിന്നോട് ചോദിച്ചാ അയാൾ എവിടെയും പോയിട്ടില്ല. നിങ്ങളുടെ നെഞ്ചില്, നിങ്ങളുടെ സന്തോഷത്തില് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞേക്കണം. നീ കൂടി ചെല്ലും. ചെല്ലേ. ചേട്ടാ, വെല്ലേട്ടൻ എവിടെ പോയി?
ഇനി നിങ്ങളുടെ ചേട്ടൻ വരില്ല മക്കളെ. എന്തുകൊണ്ട്? അതെന്താന്ന് വെച്ചാല് നിർത്തനാ പറഞ്ഞ. ചേട്ടൻ വരുന്നവരെ ഞാൻ താലി കെട്ടില്ല. എന്താ നോക്കുന്നേ? ദൈവം എപ്പോഴും ആവശ്യപ്പെട്ടാൽ മാത്രമേ വരം നൽകാറുള്ളൂ. എന്നാൽ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ ഒന്നിപ്പിച്ചവനാ നിങ്ങളുടെ ഏട്ടൻ. ആ ദൈവമില്ലാത്തപ്പോൾ നമ്മൾ എന്തിനു കല്യാണം കഴിക്കണം? ശ്രീരാമൻ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ വനവാസത്തിന് പോയി. എന്നാൽ അനിയനു വേണ്ടി ഈ നാട് ഉപേക്ഷിച്ച് നിങ്ങളുടെ ഏട്ടൻ ആ ശ്രീരാമനേക്കാൾ എത്രയോ വലിയവനാണ്. എന്തിനായിരുന്നു അച്ഛാ ഇത്? ചേട്ടനില്ലാതെ അവർക്ക് ജീവിതമേ ഇല്ല. അതുപോലെ അവരില്ലാതെ എനിക്കും ജീവിതമില്ല. എന്റെ നല്ലത് ആഗ്രഹിച്ച നിങ്ങൾ എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞിരിക്കാം. ഇതിനു പകരം ഒരു തുള്ളി വിഷം നൽകായിരുന്നില്ലേ? ഞാൻ സന്തോഷത്തോടെ മരിച്ചു പോയാനെ. നിങ്ങളെന്തിനമ്മാവ കരയുന്നേ? അവൻ പോയാലെന്താ? ഞാനില്ലേ? കീർത്തിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്റെ അനിയത്തിന്റെ ജീവിതം നാശം ചെയ്ത് ഞാൻ എന്റെ മോളെ നിനക്ക് തന്ന് ജീവൻ കളയാൻ പറയുവാണോ? പോവല്ലേ? എന്റെ മോളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്. മുഹൂർത്തം നേരത്തെ ഇരുന്നതിന് മുമ്പ് താലി കെട്ടിയര് നിങ്ങളുടെ ചേട്ടനെ ഞാൻ തന്നെ തേടി നോക്കാം. എന്നെ വിശ്വസിക്ക്. ആ എന്തിനാണ് ശല്യപ്പെടുത്തുന്നേ? വാ മോള്, കല്യാണം കഴിക്കാം. വാ. ദയവേത് ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ്. അവന്മാരെ തല്ലി ചതക്കടാ. അയ്യോ, എന്റെ മോളെ രക്ഷിക്ക്. നിങ്ങൾ ചേട്ടനെ അന്വേഷിച്ചല്ലേ? ആ ഗണേശൻ പുറകെ തന്നെയുണ്ട്. അവൻ ഈ ബെല്ലിന്റെ അകത്ത് ഈ കാലെടുത്ത് വയ്ക്കാൻ പാടില്ല. ഓ നീയാണ് എന്റെ ഭാര്യ എന്ന് ആ ബ്രഹ്മൻ തീരുമാനിച്ചതിന് ശേഷം നീ വേറെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ വിടുന്ന് വിചാരിച്ചോ? നിക്കടേ. Oh
അനിയ ഏട്ടൻ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ നമ്മള്? ചേട്ടാ അവിടെ നോക്കിയേ. ശങ്കര, അനുജന്റെ കല്യാണം നിന്നു പോകാൻ പാടില്ല എന്ന് കരുതി പറഞ്ഞ വാക്ക് തെറ്റിച്ച് ഞാൻ തിരിച്ചു വന്നു പോയി. ദേവി ഇത് എന്നോട് ക്ഷമിക്കേ, ഞാൻ പോവാണ്. ശങ്കര, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിന്റെ അനിയന്റെ കല്യാണം നിൽക്കേണ്ട നീ പോയി. ഇപ്പൊ ഇവിടെ നീ പിന്നെയും പോയാ ഈ സത്യമായിട്ട് ഈ കല്യാണം വെറും സ്വപ്നമായി പോകും. നീ കാരണം എന്റെ അനിയത്തിയുടെ ജീവിതം നാശമായെന്ന് നിങ്ങളെ ചേട്ടൻ അനിയന്മാരെ ചപ്പിരിക്കണമെന്ന് വിചാരിച്ചു. നിന്നെ ഈ നാട് വിട്ട് അയച്ചെന്ന് ഞാൻ ജയിച്ചതായിട്ട് ഓർത്തു. പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുന്നേ, അത് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുന്നേ ഞാൻ എന്റെ ജീവിതത്തിൽ തോറ്റുപോയി. ശങ്കര, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മകളുടെ ജീവിതം കളയല്ലേ. ദേവി ഇവളെ നിങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയിക്കോ.